വായിക്കുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾക്കോ മാറ്റം വരികയില്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന തിരുവചനം, തിരുവെഴുത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ പ്രസംഗങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് കാലത്തിൻ്റെ മധ്യത്തിൽ, കാലസമ്പൂർണതയിൽ, കാലിത്തൊഴുത്തിൽ പിറന്ന ചരിത്ര പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു. അത് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് എന്ന് പറയുന്ന ചരിത്രകാരൻ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് താനിങ്ങനെ ക്രമമായിട്ട് എഴുതി. ആ എഴുത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ ലൂക്കോസ് എന്ന ചരിത്രകാരൻ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്. ആ കാലത്ത് ലോകമൊക്കെയും സെൻസസ് എടുക്കണം എന്നൊരാജ്ഞ പുറപ്പെട്ടു. അത് ഔഗസ്തോസ് കൈസറുടെ കാലത്തായിരുന്നു. കുറേനിയോസ് സൂര്യനാട് വാഴുമ്പോൾ 1-ാമത്തെ സെൻസസ് ഉണ്ടായി. അങ്ങനെ എല്ലാവരും പേര് കൊടുക്കേണ്ടതിനും സെൻസസ് എടുക്കേണ്ടതിന് അവരവരുടെ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ യോസേഫും ദാവീദിന്റെ കുലത്തിലും വംശത്തിലുമുള്ളവനാകിയാൽ ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ട് യഹൂദിയിലെ ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഭാര്യ മറിയയും കൂടെ ഉണ്ടായിരുന്നു. ആ മറിയയും കൂട്ടി ചാർത്തപ്പെടേണ്ടതിന് അവർ യഹൂദിയിലെ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ മറിയ അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ് ചെയ്തത്. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അതാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. ഇന്ന് ലോകമെമ്പാടും ഈ യേശുക്രിസ്തുവിന്റെ ജനനം ഇങ്ങനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. യേശുക്രിസ്തു ഒരു മിഥ്യയോ അമ്മൂമ്മ കഥയോ അല്ല, ആരെങ്കിലും കെട്ടിച്ചമച്ച ഒരു കഥാപാത്രമല്ല കർത്താവായ യേശുക്രിസ്തു. ചരിത്രത്തിന്റെ നടുനായകത്വം വഹിക്കുന്ന, ചരിത്രത്തിന്റെ മധ്യത്തിൽ, ലോകത്തിന്റെ മധ്യഭാഗമായ പാലസ്തീനിൽ, ആ ലോകത്തിലേക്ക് കാലത്തിനതീതനായ ക്രിസ്തു കാലത്തിനുള്ളിലേക്ക് കടന്നു വന്ന മഹൽ വ്യക്തിയാണ്, ചരിത്ര പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തുമസിന്റെ ഒരു സന്ദേശമായി നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയും. യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ ജാതനായത്? അത് ബൈബിളിന്റെ വെളിച്ചത്തിൽ നാം ചില വാക്കുകളിൽ കൂടെ, ചില വാക്യങ്ങളിലൂടെ അതൊന്ന് ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അവൻ പ്രത്യക്ഷനായി എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത പുതിയ നിയമത്തിന്റെ വിവിധ പേജുകളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം ചുരുക്കമായും ചില ഭാഗങ്ങൾ അല്പം വിശദമായും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം. ആ 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ, അല്ലെങ്കിൽ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്റെ പ്രസംഗത്തിന്റെ 1-ാമത്തെ ആശയം എന്നുള്ളത് ഇതാണ് നിങ്ങളുടെ മുൻപിൽ നിരത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്താണ് പിശാചിന്റെ പ്രവൃത്തികൾ? ഇവിടെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാചിന്റെ കെട്ട് അഴിക്കുക, അല്ലെങ്കിൽ അവനിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുക എന്നാണ് അതിൻ്റെ ആശയം. എന്താണ് പിശാചിന്റെ പ്രവൃത്തികൾ നമ്മെ കെട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരേണ്ടതാണ്. നാം മനസ്സിലാക്കുന്നത് പോലെ
മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് 6000 വർഷമാണ്. ദൈവം തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ ഏദൻ പറുദീസയിലാക്കി വെച്ചു. അവിടെ ആ മനുഷ്യന് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. അവിടെ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം ഫലം അവർക്ക് യഥേഷ്ടം പറിച്ചു തിന്നുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം, ആ വൃക്ഷത്തിന്റെ പേര് നന്മ തിന്മയുടെ തിരിച്ചറിവിന്റെ വൃക്ഷം എന്നുള്ളതായിരുന്നു. യഹോവയായ ദൈവം ആദമിനോട് കൽപ്പിച്ചു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ആദമും ഹൗവയും ആ കൽപ്പന കുറെ നാള് സൂക്ഷിക്കുവാൻ, അത് പാലിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ സാത്താൻ അവരുടെ അടുക്കൽ വരികയും സാത്താൻ അവരെ പ്രലോഭിപ്പിച്ച്, വിശേഷമായി ഹൗവയെ പ്രലോഭിപ്പിച്ച് അവരെ പാപത്തിൽ അവരുടെ മേൽ ഒരു കെട്ട് ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ആദിമ മാതാപിതാക്കളായ ആദമും ഹൗവയും പിശാചിനാൽ കെട്ടപ്പെട്ടവരായി, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. അവിടെ എന്താ പിശാച് ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നുണ്ട്, തോട്ടത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ കഴിയുന്ന വൃക്ഷത്തിന്റെ ഫലം, ആ വൃക്ഷത്തിന്റെ ഫലം അത് തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിശാച് ആദ്യമായി ഹൗവയെ വശീകരിച്ചത് ഇങ്ങനെയാണ്. ജഡമോഹത്താലും കൺമോഹത്താലും ജീവനത്തിന്റെ പ്രതാപത്താലും ഈ ഹൗവയെ വശീകരിക്കുകയും അവൾ അതിൽ വീഴുകയും ആദമും അതിൽ വീഴുകയും ചെയ്ത് അവർ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പിശാചിനാൽ അവർ കെട്ടപ്പെട്ടവരായിട്ട് തീർന്നു. ഇതാണ് ചരിത്രത്തിൽ പിശാചിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അന്ന് മുതൽ മനുഷ്യൻ മുഴുവനും പിശാചിന്റെ ആ അടിമത്തത്തിലാണ്. നാം ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളാണ്, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് പറഞ്ഞ് പാരമ്പര്യമുള്ള വലിയ ആഠിത്യമുള്ള യഹൂദ മതത്തിലെ ആളുകളെ കർത്താവ് പറഞ്ഞതിങ്ങനെയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളാണ്. അങ്ങനെ പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് ആദമും ഹൗവയും ആ പിശാചിന്റെ ആ പരിശ്രമത്താൽ കെട്ടപ്പെട്ട് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ടാണ്. അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ അതിൽ മെസ്സേജിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. നമുക്ക് ഇതേ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 5-ാമത്തെ വാക്യം, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അപ്പോൾ പിശാചിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ ദൈവസന്നിധിയിൽ നകന്ന് പിശാചിന്റെ ഇംഗിതത്തിന് അവനെ തന്നെ വിധേയപ്പെടുത്തി പിശാച് അവനെ കെട്ടിമുറുക്കി വലിഞ്ഞു മുറുക്കി അവന്റെ ഇഷ്ടം ചെയ്യുവാൻ മാത്രം കഴിയുന്ന ഒരു മനുഷ്യനായി ആദ്യ മനുഷ്യർ തീർന്നു. അങ്ങനെ ആ മനുഷ്യൻ അത് മുഖാന്തരം നാം വായിക്കുന്നു പാപികളായി തീർന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു പ്രത്യക്ഷനായത് പാപങ്ങളെ നീക്കുവാനായിട്ടാണ്. എങ്ങനെയാണ് മനുഷ്യൻ പാപിയായി തീർന്നത്? നാം ഇങ്ങനെ വായിക്കുന്നു, റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഏക മനുഷ്യനാൽ പാപവും ലോകത്തിൽ കടന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആരാണ് ഈ ഏക മനുഷ്യൻ? അത് ആദ്യ മനുഷ്യനായ ആദമാണ്. ദൈവത്തിന്റെ കരാങ്കുലിയാൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യനായ ആദാം നാം ഇപ്പോൾ കേട്ടതുപോലെ അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് പിശാചിന്റെ വശത്തായി ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് അവനിൽ നിന്ന് പാപം ലോകത്തിലേക്ക് കടന്നു വന്നു. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു. ഏക മനുഷ്യൻ സമം ആദമാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആദം വളരെയധികം വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 6000 ആണ്ടുകൾക്കപ്പുറത്ത് പാപം ചെയ്തു എന്ന് വിചാരിച്ച് ഇന്നത്തെ മാനവജാതി എങ്ങനെയാണ് പാപികളായി തീരുന്നത്? അത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? അതൊരു അബദ്ധ പഠിപ്പിക്കലായിട്ട് തോന്നുകയില്ലേ?
ഒരിക്കലുമില്ല. ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കിയിരിക്കുന്നു. ആരാണ് ആ ഒരുത്തൻ എന്ന് പറയുന്നത്? അത് ആദ്യ മനുഷ്യനായ ആദമാണ്. അപ്പോൾ ഭൂതലത്തിൽ അന്നു മുതൽ ഇന്നയോളം ജനിച്ചു ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഭാഷയ്ക്ക് വ്യത്യാസമില്ലാതെ, ദേശത്തിന് വ്യത്യാസമില്ലാതെ, ജാതിക്ക് വ്യത്യാസമില്ലാതെ സമസ്ത മനുഷ്യരും ആദാമ്യ സന്തതികളാണ്. ആദാമിന്റെ ശരീരത്തിലെ ആ രക്തമാണ് ഈ വംശത്തിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ രക്തത്തിലൂടെ പാപം സർവ്വ മനുഷ്യരിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. ഇത് ചിന്തിക്കുന്നതിന് വലിയ വിഷമം വല്ലതുണ്ടോ? ഒരുപക്ഷെ ചില ആളുകൾ ഇതിന് കൃത്യക്കാരായി ഇതിന് വിവാദം ഉയർത്തിക്കൊണ്ടുവരും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമുക്കറിയാം, എയ്ഡ്സ് രോഗികളെ സംബന്ധിച്ച് നമുക്കറിയാം, മാതാപിതാക്കൾ എയ്ഡ്സ് രോഗികളാണ്. അവർക്ക് ജനിക്കുന്ന കുട്ടികളിലും ആ എയ്ഡ്സിന്റെ രോഗാണുക്കളുണ്ട്. ആ കുട്ടികൾ എന്ത് ചെയ്തിട്ട് അവരിൽ നിന്ന് രക്തം അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ അവർ രക്തം സ്വീകരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ച എയ്ഡ്സ് രോഗി ഉപയോഗിച്ച നീഡിൽ ഉപയോഗിച്ചവരെ ഇഞ്ചക്ട് ചെയ്തിട്ടാണോ? ഒരിക്കലുമല്ല. ആ മാതാപിതാക്കളിലുള്ള എയ്ഡ്സ് എന്ന രോഗത്തിന്റെ അണുക്കൾ ഇവരിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ആ കുട്ടികൾ എയ്ഡ്സ് രോഗികളായിത്തീരുന്ന ആ കുട്ടികൾ യാതൊരു വിധമായ തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ആദാമിലുണ്ടായ ആ പാപം മനുഷ്യവർഗത്തിലൂടെ എല്ലാ മനുഷ്യരിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ചിന്തിക്കുവാൻ കഴിയും. ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ ആദം ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഹവ്വ തെറ്റ് ചെയ്തു, അതിനെന്താ ഇത്ര വലിയൊരു കുഴപ്പം? ഒരു പഴം പറിച്ച് തിന്നതാണോ ഇത്ര വലിയ കാര്യം? അതിന് ഈ മനുഷ്യരെ മുഴുവനും പാപികളെന്ന് മുദ്രകുത്തി അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സമാധാനക്കേടുണ്ടാക്കി വിടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ആളുകൾ ഇല്ലാതില്ല എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, അവിടെ ഹവ്വ ചെയ്തൊരു കാര്യം ഒരു പഴം പറിച്ചു തിന്നു എന്നുള്ളതല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ളതാണ്. നാം ഈ യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. എന്താണ് അധർമ്മം എന്ന് പറഞ്ഞാൽ? അത് നിയമ ലംഘനമാണ്, അത് കൽപ്പന ലംഘനമാണ്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അധർമ്മം എന്ന് പറയുന്നത്. ഹവ്വയും ആദമും ചെയ്തത് നിയമ ലംഘനമാണ്. അത് ഗുരുതരമായ ഒരു തെറ്റാണ്. ദൈവം പറഞ്ഞു, ആ നന്മത്തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും എന്ന് 10 പകല് കഴിഞ്ഞപ്പോൾ സാത്താൻ അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളത് തിന്നുകൊള്ളുക, തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം നിങ്ങൾ ദൈവത്തെ പോലെയായി തീരും. എന്താ സാത്താൻ അവരെ പറഞ്ഞു പഠിപ്പിച്ചത്? ഇതുവരെയും നിങ്ങൾ ദൈവാശ്രയത്തിൽ ജീവിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആലോചന വേണം, നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിന് കീഴിലാണ്. എന്നാൽ ഈ പഴം പറിച്ചു തിന്നുക, തിന്നതിന് ശേഷം നിങ്ങൾ സ്വതന്ത്രരാകും. നിങ്ങൾക്ക് പിന്നെ ദൈവത്തിന്റെ ആലോചന ഇല്ലാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കുവാൻ കഴിയും. കാരണം നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. അങ്ങനെയാണ് അവർ കൽപ്പന ലംഘിച്ച് പാപികളായി തീർന്നത്. അപ്പോൾ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഒന്ന്, സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 2, പാപത്തെ നീക്കുവാൻ, പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 3-ാമത്, ദൈവപുത്രന്റെ പ്രത്യക്ഷതയുടെ ഈ ഭൂമിയിലേക്കുള്ള ജനനത്തിന്റെ ഉദ്ദേശം 3-ാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ എന്താണ് സംഭവിച്ചതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് വിവരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കൃപായുഗത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് രക്ഷ ഒരുക്കിയ ഈ സമയത്ത് യേശു ക്രിസ്തു ചെയ്തത് മരണത്തെ നീക്കി. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത മരണം നീക്കുവാനായിട്ടാണ്. നാം റോമാലേഖനം 5:12 വായിക്കുന്നുണ്ട്: ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ പാപത്തിന്റെ അനന്തര ഫലമാണ് മരണം എന്ന് പറയുന്നത്.
മരണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ആലില പോലെ വിറയ്ക്കുവാൻ തുടങ്ങും. മരണത്തിന്റെ ഭീതിയിലാണ് മനുഷ്യർ മുഴുവനും. എല്ലാവർക്കും മരണത്തെ ഭയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണം അത് നമുക്ക് ശാരീരിക മരണത്തെയാണ് നാം പ്രത്യേകം ഓർക്കുന്നത്. ഒരു കോവിഡ് കാലഘട്ടം കടന്നുപോയി. ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാം പരിഭ്രാന്തരായി തീർന്നു. ഓരോ വീടുകളിൽ ഓരോരുത്തർ മരിച്ചു വീഴുകയാണ്. അയ്യോ, അടുത്ത ദിവസം എൻ്റെ വീട്ടിലാണോ മരണം വരുന്നത്? ഞാനാണോ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് എന്നുള്ള ഭയത്തോടുകൂടെ മരണഭീതിയിൽ മനുഷ്യൻ കഴിയുകയായിരുന്നു. അത് ശാരീരിക മരണമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ മരണം നീക്കി എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് എന്ത്? ഇവിടെ മരണം നീക്കി എന്ന് പറഞ്ഞിട്ടും ഇന്നും മനുഷ്യൻ മരിക്കുന്നുണ്ടല്ലോ എന്നൊരു ആൾ ചോദിച്ചാൽ എന്താ മറുപടി പറയുവാൻ കഴിയുന്നത്? ഇവിടെ മരണം നീക്കി എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പഠിച്ചാൽ മരണത്തെ 3 നിലയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഒന്ന്, ആത്മീയ മരണം. അത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചു. കൽപ്പന ലംഘിച്ച കൊടുന്നനവേ അവൻ ആത്മീകമായി മരിച്ചു. അർത്ഥാൽ ദൈവത്തിൽ നിന്ന് അവൻ വേർപെട്ടു പോയി. അതുവരെയും ദൈവമായിട്ട് അവന് കൂട്ടായ്മയുണ്ടായിരുന്നു, ദൈവത്തിന്റെ സഹിത്വമുണ്ടായിരുന്നു. ദൈവം ആദമിന്റെയും ഹൗവയുടെയും അടുക്കൽ വരുമായിരുന്നു. അവർ അന്യോന്യം സംസാരിക്കുമായിരുന്നു. എത്ര സന്തോഷകരമായ ഒരു അവസ്ഥ! ആ ഏദൻ പറുദീസ, ആ പൂങ്കാവനം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനുമെല്ലാം സുഖം തരുന്ന മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ലംഘനം നാം വന്നതോടുകൂടെ, കൽപ്പന ലംഘിച്ചതോടുകൂടെ, നിയമം ലംഘിച്ചതോടുകൂടെ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മരണം സമം വേർപാട് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്താണ് ഈ വേർപാട്? അവർ ദൈവത്തിൽ നിന്ന്, ജീവനുള്ള ദൈവത്തിൽ നിന്ന് അവർ വേർപെട്ടു പോയി. അതാണ് മരണമെന്ന് പറയുന്നത്. ആ മരണത്തിന് ബൈബിൾ കൊടുക്കുന്ന പേര് പ്രകാരമാണ് ആത്മീയ മരണം എന്നാണ്. ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് വേർപെട്ടു പോയി. അവരുടെ അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 2:1 ഇങ്ങനെയാണ് പറയുന്നത്: അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയാണ് സമസ്ത മാനവജാതിക്കുമുള്ളത്. കാരണം അത് ആത്മീയ മരണമാണ്. മനുഷ്യൻ ജനിക്കുമ്പോൾ ജന്മം കൊണ്ട് അവൻ ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ് ജനിക്കുന്നത്. അവന് ജീവനുണ്ട്, ശരീരമുണ്ട്, എന്നാൽ അവന്റെ ആത്മാവ് മൃതാവസ്ഥയിലാണ്. അപ്പോൾ മരണം നീക്കി എന്ന് പറയുന്നത് ആ ആത്മീയ മരണത്തെയാണ്. ഞാനത് 1-2 വാക്കുകളുടെ പറയട്ടെ. വേദപുസ്തകം പഠിച്ചാൽ 3 തരത്തിലുള്ള മരണം. 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 രണ്ടാം മരണം എന്ന് പറയുന്ന ഒരു മരണമുണ്ട്. ആത്മീയ മരണം സംഭവിച്ചത് ഏദൻ തോട്ടത്തിലാണ്. അത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയ അവസ്ഥയ്ക്കാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ശാരീരിക മരണമാണ്. ആത്മീയമായി മരിച്ചവർക്ക് ശാരീരിക മരണവും അത് അർഹതപ്പെട്ടതാണ്. എന്നാൽ 3ാമതൊരു മരണമുണ്ട്. ആ മരണത്തിന്റെ പേരാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകമാണ് ആ മരണത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും, അത് രണ്ടാമത്തെ മരണം. അപ്പോൾ ആത്മീയ മരണം സംഭവിച്ചവർക്ക് ഒരു രണ്ടാം മരണമുണ്ട്. റോമാലേഖനം 6:23 നമ്മൾ വായിക്കുന്നു: പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അങ്ങനെ പാപത്തിന്റെ ഫലമായി, ന്യായവിധിയായി മനുഷ്യന് രണ്ടാം മരണമുണ്ട്. അത് മറന്നു പോകരുത്. എബ്രായ ലേഖനം 9:27 നമ്മൾ വായിക്കുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ആത്മീയ മരണമുണ്ട്, ശാരീരിക മരണമുണ്ട്, രണ്ടാം മരണമായ നിത്യ നരകമുണ്ട്. ആ കാര്യം മറന്നു പോകാൻ ഇടയായി തീരരുത്. അപ്പോൾ നാം ഇവിടെ വായിക്കുന്നത് ആ മരണത്തെ, ആത്മീയ മരണത്തെ യേശു കർത്താവ് മാറ്റി. ദൈവത്തിൽ നിന്നുള്ള വേർപാടാകുന്ന ആ മരണത്തെ യേശു ക്രിസ്തു മാറ്റി. അതെങ്ങനെയാണെന്ന് നമുക്കറിയാം. ഞാൻ ആ വിശദീകരണത്തിലേക്ക് ഒടുവിൽ വരുന്നുണ്ട്. എങ്കിലും ഒരു വാക്ക്, പരിചയമുള്ള ഒരു വാക്യാംശം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ മധ്യസ്ഥനായ ഒരു പാലമായി ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന അനുഗ്രഹീതനായ വ്യക്തിപ്രഭാവമാണ് നാം മനസ്സിലാക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം ഏറ്റുപറയുന്ന കർത്താവായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു മനുഷ്യന്റെ ആത്മീയ മരണം മാറ്റി. അത് ആശയം ഒടുവിലേക്ക് വരുമ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കണം. 3-ാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ഉദ്ദേശം.
നാം ഓരോന്നായി ചിന്തിച്ചു വരികയാണ്. ഒന്ന്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. രണ്ട്, പാപങ്ങളെ നീക്കുവാൻ. മൂന്ന്, മരണം നീക്കുവാൻ. ഈ പ്രത്യക്ഷതയെ കുറിച്ച് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പിന്നെയും വളരെ സവിസ്തരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അറുക്കപ്പെടുന്നുണ്ടായിരുന്നു, അങ്ങനെ ചോര ഒഴുക്കപ്പെടുന്നുണ്ടായിരുന്നു. അതിലൂടെ താൽക്കാലികമായ പരിഹാരം മാത്രമാണ് വന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൃഷ്ണൻകുട്ടി സാറിന്റെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കൃഷ്ണൻകുട്ടി സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ആറുപോലെ ആടിന്റെ രക്തം ഒഴുക്കിയാലും കായൽ പോലെ കാളയുടെ രക്തം ഒഴിക്കപ്പെട്ടാലും ഒരു മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സാധ്യമല്ല. പഴയ നിയമകാലത്തിനായി പ്രമാണയുഗത്തിൽ അങ്ങനെ അനേക കാളകളും ആടുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്, രക്തം ചൊരിയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ താൽക്കാലികമായ പാപപരിഹാരമല്ലാതെ ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. പഴയ നിയമത്തിലെ യാഗങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായ പരിഹാരം മാത്രമാണ് ലഭിക്കുന്നത്. മഹാപുരോഹിതൻ വീണ്ടും വീണ്ടും ആ കാളയുടെയും രക്തം കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എല്ലാ വർഷവും കടന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം ശ്രദ്ധിക്കുക. അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ അവൻ യാഗമായി തീർന്നു. സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തി. ദൈവത്തിന് സ്തോത്രം. ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. എന്താണ് യേശുക്രിസ്തു സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? യേശുക്രിസ്തു പരിശുദ്ധനാണ്, അവനിൽ പാപമില്ല, അവൻ പാപരഹിതനാണ്. യേശുക്രിസ്തു പാപമില്ലാത്തവനായി ജനിച്ച് പാപികൾക്ക് വേണ്ടി തന്റെ ശരീരം യാഗമാക്കി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ യാഗം ദൈവത്തിന് പ്രസാദമായി തീരുന്നത്. ആ യാഗം കൊണ്ട് പാപത്തിന്റെ പരിഹാരം വരുന്നത്. സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തിന്റെ മുൻപിൽ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. ഇന്ന് മതങ്ങൾ, ഓരോ വ്യക്തികൾ പാപപരിഹാരത്തിന് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മല കയറുന്നു, മലയിറങ്ങുന്നു, പുഴ കടക്കുന്നു, നദി കടക്കുന്നു, കർമ്മകാണ്ഡങ്ങൾ ചെയ്യുന്നു, കൂദാശകൾ നടത്തുന്നു, അനുഷ്ഠാനങ്ങൾ നടത്തുന്നു. എത്രയോ വർഷങ്ങളായി പുരുഷാന്തരമായി ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നിട്ടും എവിടെ പാപത്തിന് പരിഹാരം വരുന്നുണ്ടോ? മനസ്സിന് സമാധാനം കിട്ടിയിട്ടുണ്ടോ? എന്റെ പാപം പരിഹരിക്കപ്പെട്ടു എന്നുള്ളൊരു ശാന്തമായ ഒരു സ്വസ്ഥതയുടെ അനുഭവം ആർക്കെങ്കിലും നാളെ വരെയും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം പറയുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇന്നേക്ക് 2025 ആണ്ടുകൾക്കപ്പുറത്തുള്ള പാപപരിഹാര ബലിയിലൂടെ സമസ്ത മാനവജാതിയുടെയും പാപത്തിന് എന്നേക്കുമുള്ള ഒരു പരിഹാരം വന്നു. എത്ര ആശ്വാസകരമായ ഒരു ദൂതാണ്, എത്ര സന്തോഷം നൽകുന്നതാണ്. നാം അത് ചിന്തയിൽ പ്രത്യക്ഷനായി. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ മറ്റ് 2 പ്രത്യക്ഷതകളെ കുറിച്ചുകൂടെ നാം വായിക്കുന്നുണ്ട്. വേഗത്തിൽ അതും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. അത് നാം കാണുന്നത് 24-ാമത്തെ വാക്യത്തിലാണ്. 24-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? എബ്രായ ലേഖനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. അപ്പോൾ യേശുക്രിസ്തു യുഗാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. എന്നാൽ അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ചരിത്രം കഴിഞ്ഞില്ല. യേശുക്രിസ്തു പറഞ്ഞതുപോലെ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം, ഈ ഭൂമിയിൽ അനേകം മഹാരഥന്മാരുണ്ട്, സാമൂഹിക പരിഷ്കാരം വരുത്തിയവരുണ്ട്, അനേകം മതഗുരുക്കന്മാരുണ്ട്. അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തവരാണ്. എന്നാൽ അവരെ കുറിച്ചൊക്കെ പറയുവാൻ കഴിയുന്നത് അവർക്ക് ഒരു ജയന്തിയുണ്ട്, ഒരു സമാധിയുണ്ട്. അതിനുശേഷം അവർക്ക് ചരിത്രത്തിൽ ഒരു സ്ഥാനവുമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജയന്തി ഇന്നെല്ലാവരും ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവന്റെ സമാധി ഉള്ളതുപോലെ തന്നെ ഒരു അതിപ്രധാനമായ കാര്യമാണ്. ഒരു ഈസ്റ്റർ ഉണ്ട്, ഒരു പുനരുത്ഥാനത്തിന്റെ അവസരം ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, അവർ എന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു നാം ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്,
അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും അവന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റുമിരിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇന്ന് മരിച്ച കല്ലറയിൽ അടക്കം ചെയ്ത ഒരു യേശുവിനെ അല്ല ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നമുക്കറിയാം, പാലസ്തീനിൽ യെരുശലേമിൽ ഒരു കല്ലറ തുറന്നു കിടപ്പുണ്ട്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും മഹാന്മാരെ അടക്കിയ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ അർത്ഥം അവരെ വെച്ചത് ആ ഭൗതികാവസ്ഥം അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നല്ലയോ? എന്നാൽ ഇതാ യെരുശലേമിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഉള്ളിൽ വെച്ചവൻ അവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിന്റെ മുന്നേ ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ കൈപ്പണിയായ ഒരു വിശുദ്ധ മന്ദിരമുണ്ട്, യെരുശലേം ദേവാലയമുണ്ട്, അവിടെ യാഗമുണ്ട്. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ആ മൃഗത്തിന്റെ രക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്ത് പോകുന്നു. അങ്ങനെ താൽക്കാലികമായ പാപപരിഹാരം വരുന്നു. എന്നാൽ ഇവിടുത്തെ മഹാപുരോഹിതനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അങ്ങനെ കൈപ്പണിയായ ആ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. പിന്നെ എവിടേക്കാണ്? ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് എല്ലാവർക്കും വെളിവാക്കി കൊടുത്തു. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. 40-ാം ദിവസം യേശു ക്രിസ്തു ആകാശ മേഘപ്പാളികളെ കീറിക്കൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവൻ സ്വർഗാരോഹണം ചെയ്തു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ യെരുശലേമിൽ ശിഷ്യന്മാർ നോക്കി നിൽക്കെ അവരുടെ മുൻപിൽ നിന്ന് യേശു ക്രിസ്തു മേഘപ്പാളികളെ വാഹനമാക്കിക്കൊണ്ടവൻ അവൻ സ്വർഗാരോഹണം ചെയ്തു പോയി. യേശു പറഞ്ഞു, അവിടെ ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ അവൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. വലിയ പ്രത്യാശയുടെ വാക്കുകൾ കൊടുത്തുകൊണ്ട് ആ ദൂതന്മാർ ആ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ഇപ്പോൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലുണ്ട്. ഇവിടെ ദൈവമക്കളാണല്ലോ അധിക പങ്കും. ശാന്തമായിട്ടൊന്ന് ചിന്തിക്കാം, എന്താണ് ഇന്ന് കർത്താവ് സ്വർഗത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം? ഇവിടെ ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായി. ആർക്കു വേണ്ടി? യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നവർക്ക് വേണ്ടിയാണ്, തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ആരാണ്? സ്വർഗത്തിൽ മഹാപുരോഹിതനാണ്. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ വളരെ ഓർക്കുകയും ഇന്ന് രാവിലെ നമ്മൾ ഓർത്തല്ലേ, യേശു ക്രിസ്തു എൻ്റെ പേർക്ക് മരിച്ചു. ആ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ നാം അതാണ് ഓർത്തത്. അത് നാം ഓർക്കുക തന്നെ ചെയ്യണം. കർത്താവ് നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ടോ? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. എത്രയോ മനോഹരമായ ഒരു കാര്യമാണ്. 9-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അത് നാം ചിന്തിച്ചു കഴിഞ്ഞ വിഷയമാണ്. അടുത്ത ഭാഗം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ യുഗാവസാനത്തിൽ സ്വന്തം യാഗത്താൽ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ പ്രത്യക്ഷനായി. നാം മനസ്സിലാക്കുന്നത് പോലെ 2025 ആണ്ടുകൾക്കപ്പുറത്ത് അതൊരു ചരിത്ര സംഭവമായി മാനവജാതിയുടെ രക്ഷ പൂർത്തീകരിക്കുവാൻ യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് രക്ഷയൊരുക്കി. ആ കർത്താവ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. ആർക്കു വേണ്ടി? തൻ്റെ ജനത്തിനു വേണ്ടി. ഇനിയും അതിവിദൂര ഭാവിയിൽ അനതിവിദൂര ഭാവിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത, അവന്റെ മടങ്ങി വരവ്, അതാണല്ലോ ദൈവജനം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ കർത്താവ് മടങ്ങി വരുന്നതിന് ഒരു തടസ്സവുമില്ല.
കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ചട്ടായിട്ട് നിവൃത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കാലതാമസമില്ല. നമ്മുടെ കർത്താവ് നാം മടങ്ങി വരുവാൻ പോകുകയാണ്. നാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവജനത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് മടങ്ങി വരും. ഫിലിപ്പിയർ ലേഖനം 3:20 നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. കഷ്ടതയും പ്രയാസങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ വരും. ഇവിടെ രക്ഷ എന്നുള്ളത് നമുക്കറിയാം. ബൈബിൾ പരിചയമുള്ള എല്ലാവർക്കും അറിയാം, ഇത് ശരീരത്തിന്റെ രക്ഷയാണ്. അപ്പോൾ അവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ് ആസന്നമായിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ വളരെ സന്തോഷിക്കാം. എല്ലായിടത്തുമുള്ള ആളുകൾ യേശുക്രിസ്തുവിന്റെ ജനത്തെ ഘോഷിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലെന്നറിയാം. യേശുക്രിസ്തു ജനിച്ചതുകൊണ്ട് മാത്രമല്ല, അവൻ ജീവിച്ചതുകൊണ്ട് മാത്രമല്ല, അവന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവന്റെ സ്വർഗാരോഹണം, ഇന്ന് അവൻ സ്വർഗത്തിൽ വസിക്കുന്നത്, അതെല്ലാമാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം. അത് നാം ഉള്ളതുപോലെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ദൈവജനമേ, ദൈവം നമുക്ക് കൃപ നൽകട്ടെ.